ഏതാണ്ട് 3000 പേർക്ക് ഒരു ലൈബ്രറിയാണ് കേരളത്തിൽ. 3000 പേർക്ക് ഒരു ലൈബ്രറി. ഈ ലൈബ്രറി കൗൺസിൽ രൂപീകരിക്കുന്നത് 95 രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ ലൈബ്രറി കൗൺസിൽ അതിനു മുമ്പ് സംഘമായിരുന്നു. ഈ കൗൺസിലായി രൂപം കൊണ്ടപ്പോൾ 5000 ലൈബ്രറികളായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ 7ാം ലൈബ്രറി കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 6 ലൈബ്രറി കൗൺസിലിന്റെ ഐ.വി. ദാസ് ഉൾപ്പെടെ കടമ്പനിട്ട ഉൾപ്പെടെയുള്ള ആദ്യത്തെ ലൈബ്രറി കൗൺസിലിന്റെ തുടക്കം. ആ തുടക്കത്തിലാണ് അതുകൂടെ ഈ കഴിഞ്ഞ 30 വർഷക്കാലമായി 5000-ഓളം ലൈബ്രറികൾ പുതുതായി രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 10000 ലൈബ്രറികൾ, A+ ലൈബ്രറികൾ, ABCDEF എന്ന ഗ്രേഡിലുള്ള ലൈബ്രറികൾ, അങ്ങനെ ഏതാണ്ട് 10,000-ലധികം ലൈബ്രറികൾ നമ്മുടെ ഇന്ന് കേരളത്തിലുണ്ട്. അത്രയും തന്നെ ലൈബ്രറികൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉണ്ട്. അതിനെ അഫിലിയേഷൻ നിർത്തില്ല. ഈ 10,000 ലൈബ്രറികൾക്ക് കേരള ഗവൺമെന്റ് 100 കോടി രൂപ ബഡ്ജറ്റിലാണ്. നമ്മുടെ നിങ്ങളിൽ ഇരിക്കുന്നവർ മുഴുവൻ ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ടവരാണ്. സ്വന്തമായി വീടുള്ളവരൊക്കെ ലൈബ്രറിയായിട്ട് കണക്റ്റഡ് ആണ്. അവരൊക്കെ കൊടുക്കുന്ന വീടിന്റെ ടാക്സ്, ലാൻഡ് ടാക്സ്, അതിന് 5% ഈ ലൈബ്രറി സെസ്സായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരിച്ചു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പിരിവും കേരളത്തിലെ ബഡ്ജറ്റിലെ തുകയായ പൈസ കൊണ്ടാണ് ഈ കേരളത്തിൽ ഈ സംഭവം, ഈ ലൈബ്രറി കൗൺസിൽ എന്നത് നടന്നു. അപ്പൊ അങ്ങനെ 10,000-ലധികം ലൈബ്രറി ഉള്ള കേരളം, ലോകത്തിപ്പോ മഹാരാഷ്ട്രയിൽ കൂടുതൽ ലൈബ്രറി ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വലിയ സ്ഥാപനം കേരളത്തിലെ ലൈബ്രറി. തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഓഫീസിൽ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വിളക്ക് കത്തും എന്ന് ഞങ്ങൾ തമാശയായി പറയാറുണ്ട്. വസ്തുതയാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ധാരാളം ലൈബ്രറികളുണ്ട്. അതൊക്കെ തന്നെ ഇതുപോലെയുള്ള LBS തുടങ്ങിയ DC അതുപോലെ തുടങ്ങിയ പ്രസിദ്ധീകരണ ശാലകളുടെ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് ആണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ എഴുത്തുകാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ പ്രസാധകരെ കൂടുതൽ വളർത്തിയെടുക്കുന്നതിനും ഒക്കെ ഈ പുസ്തകങ്ങൾക്കും ഈ ലൈബ്രറി കൗൺസിലിനും ഒക്കെ നല്ല ഒരു പങ്കുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നിരവധി സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും പരിപാടികളുണ്ടായിട്ടുണ്ട്. ഇന്നും നമ്മുടെ പോകുന്ന ശ്രീമാൻ സാർ കല്യാണം സിനിമാ സംവിധായകനാണ്, ഒരു കഥ എഴുത്തുകാരനാണ്, ഗാനരചയിതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങൾ പലതും ഗാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ നോവലിസ്റ്റായി B. പഞ്ചസാർ ഉണ്ടായിരുന്നു. മുതോളം പാർവതിയമ്മ, മുതോളം മീനാഥനുള്ള, മുതോളം രാഘവി തുടങ്ങിയ മുതോളെല്ലാം വെളിപ്പെട്ടതായാണ്. ഇത് ചേപ്പാട് ഭാസ്കരൻ നായർ സാറ്, കരിവാല രമൻ, അങ്ങനെ നിരവധി സാഹിത്യകാരന്മാരുടെ സമസാർ, ഇനി പല പേരുകളുണ്ടാവും. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിലെ മഹാകവിയായ വേലവർമ്മ വലിയ തമ്പുരാൻ മുതലുള്ള ആ സാഹിത്യ പാരമ്പര്യം അതിനൊന്നും ഉണ്ടാവാം. സാംസ്കാരിക പാരമ്പര്യമുള്ള എന്താ പറയുക, നല്ല പിള്ളയാവുന്നവരല്ല, സമൂഹത്തിൽ നല്ല പിള്ളകളാവുന്നവരല്ല. സാഹിത്യകാരന്മാർ പോരാളികളാണ്. അക്ഷരബദ്ധ, ക്ഷരമില്ലാത്ത, നാശമില്ലാത്ത ആയുധം കൊണ്ട് മനുഷ്യന്റെ ചരിത്രം ആരംഭിച്ച കാലം മുതലുള്ള ചരിത്ര കാലഘട്ടത്തിലെയും ചരിത്രത്തിന് മുമ്പുള്ള ചരിത്രാതീത കാലഘട്ടത്തെയും അനുമാനിച്ചുകൊണ്ടും നേരിട്ട് ബോധ്യപ്പെട്ടുകൊണ്ടും നവോത്ഥാനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, മുന്നേറ്റത്തിന് വേണ്ടി പോരാടുന്ന അക്ഷരവായുധമാക്കിയ പോരാളികളുടെ പേരാണ് എഴുത്തുകാരന് അല്ലെങ്കിൽ വായനക്കാരൻ. അതാദ്യം മനസ്സിലാക്കണം. പുസ്തകം വെറുതെ ഉണ്ടാവുന്നതല്ല. അതുകൊണ്ടാണ് പുസ്തകത്തെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച ലോക സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്ന മഹാകവി ബിൽട്ടൺ ഒരു വാചകം പറഞ്ഞു പുസ്തകത്തിൽ. അദ്ദേഹമാണ് പാരഡൈസ് ലോസ്റ്റ്, മനസ്സിലാ നഷ്ടമുള്ള ദീർഘകവിത എഴുതി ലോകത്ത് അതിശയകരമായി കവിതയായിട്ട് എഴുതുകയാണ്. അത് അന്ധനായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, a book is a precious lifeblood of a bastard genius. ഒരു മാസ്റ്റർ മനീഷയുടെ ജീവരക്തമാണ് ഒരു പുസ്തകം.
അപ്പൊ എഴുത്തുകാരന്റെ ജീവരക്തമെന്ന പുസ്തകം, ആ പുസ്തകത്തെ താൻ കയ്യിലെടുക്കുമ്പോൾ ആ എഴുത്തുകാരന്റെ ജീവരക്തത്തെ കയ്യിലെടുക്കുകയാണ്, ആദരവോടുകൂടി എടുക്കുക. ഇങ്ങനെയാണ് പുസ്തകത്തിന് മൂല്യമെന്ന് എഴുത്തുകാരനും കൂടി മനസ്സിലാക്കണം. രാഷ്ട്രീയ മണ്ഡലത്തിന്റെ ആ ഉടർച്ച മാറ്റുക, അത് ശക്തമാണ്. ഏത് രാഷ്ട്രീയവും ശക്തമാണ്. അതാണ് സമൂഹത്തിന്റെ സംരക്ഷണ കവചം. അത് ജനാധിപത്യപരമായിട്ട് ഉള്ളടക്കമുണ്ട് ഇവിടെ. അതാണ് പാർലമെന്റ് എടുക്കുന്നത്. അതൊന്ന് നിലനിർത്തുകയാണ് നമ്മുടെ ആവശ്യം. നിലനിർത്താത്ത കാലത്തോടെ നിലനിർത്തണം. ഉടനെയാണെന്ന് മാറിപ്പോകുന്നു നിലനിർത്തും. എന്നും നിലനിർത്തണ്ടേ? അല്ലെങ്കിൽ അതിനൊക്കെ നല്ലൊരു രൂപം വരണം. ജനാധിപത്യത്തെ സ്വാധീനിക്കാൻ പണാധിപത്യത്തിന് കഴിയാത്ത തരത്തിൽ അത് മാറണം. ആ മാറ്റം ഞാൻ ബന്ധിപ്പിക്കുന്നില്ല. MBSന്റെ പുസ്തകോത്സവം ഇവിടെ വിജയിക്കുന്നത് ഞാൻ കരുതുകയാണ്. പരമാവധി പബ്ലിസിറ്റി ഇതിന് കൊടുക്കണം. പത്രമാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് നല്ല പബ്ലിസിറ്റി കൊടുക്കാൻ ഏർപ്പാട് ചെയ്യണം. പുസ്തകോത്സവം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിക്കുന്നത് നഗരസഭ ചെയർമാനാണ്. പുസ്തകം നൽകിക്കൊണ്ടാണ് ചടങ്ങ് നിർവഹിക്കുന്നത്. ഹരിപ്പാടിൻ്റെ സാഹിത്യ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്നായിരുന്നു ആദ്യം വെച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട സുധാകരൻ സാർ എന്നേക്കാളും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം ഹരിപ്പാടിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ഒരു ചെറു വിവരണം തന്നെ ആദ്യം തന്നെ നടത്തുകയുണ്ടായി. ഇവിടെ ഏകദേശം 90 വർഷത്തിന് മുമ്പ് ഹരിപ്പാട് നഗരസഭ ആയിരുന്ന ഒരു പ്രദേശമാണ്. കൺസർവേറ്റീവ് മുനിസിപ്പാലിറ്റി ആയിരുന്ന ഒരു പ്രദേശമാണ്. രാജഭരണ കാലമായിരുന്നു. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഹരിപ്പാടിൻ്റെ സാംസ്കാരിക സാമൂഹിക തലത്തിൽ നിരവധി ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ ഒരു ലൈബ്രറി, അതോടൊപ്പം തന്നെ സമീപ പ്രദേശത്തുള്ള സഹകരണ സംഘം ഓഫീസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇത്. ഇതിനടുത്ത് തന്നെ ഹരിപ്പാടിൻ്റെ ടൗൺ ഹാള് നിലനിന്നിരുന്നു. ഇപ്പോൾ അത് തകർച്ചയുടെ വക്കിലാണ്. എങ്കിൽ പോലും മൺമറഞ്ഞു പോയ പുത്തേമൂസും അതോടൊപ്പം തന്നെ മണ്ണാർശാല തിരുമേനിയും ഹരിപ്പാടിന്റെ മുൻ മുനിസിപ്പൽ ചെയർമാനായിരുന്ന വക്കീൽ രാമകൃഷ്ണ പണിക്കരും അടക്കമുള്ള ഒരു തലമുറ ഹരിപ്പാടിന്റെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഏറെ കിണഞ്ഞ് ശ്രമിച്ച ആൾക്കാരായിരുന്നു. ഇവിടെ തന്നെ സാഹിത്യകാരന്മാരുടെ നിരവധി ഫോട്ടോകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതില് ഹരിപ്പാടിൻ്റെതായിട്ടൊന്ന് പറയുവാനായിട്ട് നമുക്ക് 3-4 സാഹിത്യകാരന്മാരെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ബഹുമാനപ്പെട്ട പത്മരാജൻ, അതോടൊപ്പം തന്നെ തകഴി ശിവശങ്കരപിള്ള. തകഴിക്കാരനാണ് എങ്കിൽ പോലും അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരെ നമ്മുടെ സമീപപ്രദേശമായ കരുവറ്റ ഗവൺമെന്റ് NSS സ്കൂളിലായിരുന്നു പഠിച്ചത്. അതോടൊപ്പം പിന്നെ വലിയോയി തമ്പുരാൻ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ അദ്ദേഹത്തെ കുറിച്ച് പറയുകയുണ്ടായി. കേരളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യത്തിന്റെ രചയിതാവ് അദ്ദേഹം. തങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരിപ്പാട് രാജാവ് അദ്ദേഹത്തെ ഹരിപ്പാട്ടേക്ക് നാട് കടത്തിയപ്പോൾ ഹരിപ്പാട് ക്ഷേത്രത്തിൽ ദിവസവും അദ്ദേഹം വന്ന് തൊഴുകയും അവിടുത്തെ മയിലുമായിട്ട് സംസാരിച്ച് തന്റെ പ്രിയതമയ്ക്കായിട്ട് ഒരു സന്ദേശകാവ്യം രചിച്ച അടിസ്ഥാനത്തിലാണ്, സന്ദേശകാവ്യത്തിന്റെ രീതിയിലാണ് പ്രിയതമയ്ക്കായിട്ട് പിന്നെ വൈവാഹിക സന്ദേശം അദ്ദേഹം എഴുതിയത്. അതിൽ ഹരിപ്പാടിന്റെ പ്രകൃതിയെ കുറിച്ചുള്ള വർണ്ണനയുണ്ട്. ഹരിപ്പാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയുടെ വർണ്ണനയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വള്ളത്തോൾ നാരായണമേനോൻ അദ്ദേഹം പല പ്രാവശ്യം ഹരിപ്പാട് സന്ദർശിക്കുകയും പിന്നെ ഹരിപ്പാടുമായി ഏറെ ബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്ത വ്യക്തിയാണ്. എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ തന്നെ പല ഡോക്യുമെന്റ്സും ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു പിന്നെ ശ്രീ വക്കീൽ രാമകൃഷ്ണ പണിക്കരെ കുറിച്ച്. അദ്ദേഹം എൻ്റെ അച്ഛനായിരുന്നത് കൊണ്ട് കുറെ ഡോക്യുമെന്റ്സ് ഈ പിന്നെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടും
ഈ പിന്നെ ടൗൺ ഹാളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ സാഹിത്യകാരന്മാർ ഉള്ളൂർ അതോടൊപ്പം തന്നെ വള്ളത്തോൾ ഉൾപ്പെടെയുള്ളവർ നിരന്തരം ഹരിപ്പാടുമായി ബന്ധം സ്ഥാപിച്ചതിന്റെ പല കാര്യങ്ങളും പല ഡോക്യുമെന്റ്സും വീട്ടിൽ ഉള്ളത് ഞാൻ പലപ്പോഴും ചെറിയ പ്രായത്തിലൊക്കെ പല പ്രാവശ്യം കണ്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഹരിപ്പാടിന്റെ ഒരു സാംസ്കാരിക പൈതൃകത്തെ കുറിച്ച് വളരെ സമ്പന്നമായ ഒരു പൈതൃകം ഉണ്ടായിരുന്നു. തുടർന്ന് വരുന്ന കുറെ എഴുത്തുകാരൻ ഞാൻ സുരേഷ് വണ്ണാചാര്യയും ബഹുമാനപ്പെട്ട ശ്രീകുമാറും വിജയൻ സാറും അടക്കമുള്ളവർ അത് പരിപോഷിച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ്. നമുക്ക് ഇവിടെ പലപ്പോഴും നമുക്ക് പുസ്തകം നേരിട്ടുള്ള വായന കുറവാണ് എങ്കിൽ പോലും ഈ വായന ഏറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ ഞാൻ ഏകദേശം 20-25 പുസ്തകങ്ങൾ ആ സമയത്ത് വായിക്കുകയുണ്ടായി. അതെല്ലാം ഈ വായനയിലൂടെയാണ് സാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി നമുക്ക് പുസ്തകങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. NBS എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഹരിപ്പാട് വരുന്നത്. അതിനു മുമ്പ് നമ്മൾ പ്രഭാതിന്റെ ഉൾപ്പെടെ പല പുസ്തക പ്രസാധകരുടെയും ചെറിയ പുസ്തക പ്രസാധകർ മുതൽ ഉള്ളവരുടെ നിരവധി പുസ്തകമേളകൾ ഹരിപ്പാട് നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും NBSന്റെ ആദ്യമായി ഈ വരുന്ന ഈ പുസ്തക ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം.